പാഠം 722. ഒരു ലാഭ കച്ചവടത്തിന്റെ കഥ. ചായ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ മോഹനയുടെ ഗ്ലാസ്സിൽ നിന്ന് ചായ കുടിക്കല്ലേ? അല്ല, അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഈ ഗ്ലാസ് അറിയാതെ കയ്യിൽ താഴെ വീണ് പൊട്ടി എന്ത് ചെയ്യും? അങ്ങനെ ഗ്ലാസ് താഴെ വീഴില്ലല്ലോ. വീണാലോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ നീ എനിക്ക് രാവിലെ ചായ കൊണ്ടു തരുന്നതല്ലേ? അതിൽ എത്ര ഗ്ലാസ് ഇതുവരെ തറയിൽ വീണ് പൊട്ടിയിട്ടുണ്ട്? ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നെ അതങ്ങനെ പൊട്ടും. എന്നാലും അബദ്ധം പറ്റി താഴെ വീണാനുള്ള സാധ്യത ഉണ്ടല്ലോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോ ചില അബദ്ധങ്ങളൊക്കെ പറ്റിന്നിരിക്കില്ലേ? അങ്ങനെ ഈ ഗ്ലാസ് താഴെ വീണാനുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ചോദിച്ചത്. നിനക്കിപ്പോ എന്നോട് ചോദിക്കാനുള്ളത് എന്തായാലും ഈ ഗ്ലാസിന്റെ കാര്യമല്ല. അതെന്താണെന്ന് പറയൂ. അല്ല, എനിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. ഇന്നലെ കോടതി ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഫോൺ എടുത്തിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നപ്പോ കോടതിയുടെ മുന്നിലെ ആ സ്റ്റെപ്പില് കാല് ചെറുതായിട്ടൊന്ന് തട്ടി വീഴാൻ പോയി. അപ്പോ കയ്യിലിരുന്ന ഫോൺ തെറിച്ച് കോടതി മുറ്റത്തേക്ക് വീണു. അതെ, അപ്പോ ഫോൺ പൊട്ടി. ഇതാണ് ഞാൻ പറയുന്നത്, നിനക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലെന്ന്. എത്ര രൂപയുടെ ഫോണാണ് നിന്റെ അശ്രദ്ധ മൂലം നശിച്ചെന്നറിയാമോ? നീ ഇങ്ങനെ ഓരോ നശിപ്പിക്കാൻ തുടങ്ങിയ ഈ വീടിന്റെ അവസ്ഥ എന്താവും? അല്ല, ഈ ഫോൺ വാങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞില്ലേ? ഇതൊന്നും മാറ്റിട്ട് പുതിയൊരെണ്ണം വാങ്ങണമെന്ന് ഞാൻ ഇന്നലെയും കൂടെ വിചാരിച്ചതേ ഉള്ളൂ. ഓഹോ, കുഴപ്പമില്ല. അപ്പോ പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടി ഈ ഫോൺ നീ മനഃപൂർവ്വം തറയെറിഞ്ഞു പൊട്ടിച്ചാണല്ലേ? അങ്ങനെ നിനക്ക് തോന്നും പോലെ ധൂർത്തടിക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. പുതിയ ഫോൺ വാങ്ങാൻ ഞാൻ 10 പൈസ തരില്ല. അല്ല, ഞാൻ മോനേട്ടാ, ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്താ ഉണ്ടായത്? ഒരു ഫോൺ താഴെ വീണ് പൊട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോ? വിദ്യാലക്ഷ്മിയുടെ ഫോൺ വാങ്ങിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ താഴെ വീണ് പൊട്ടിപ്പോയല്ലോ. അതുകൊണ്ട് വിദ്യാലക്ഷ്മി ഫോൺ താഴെയിട്ട് പൊട്ടിച്ചത് കൊണ്ട് നീയും താഴെയിട്ട് പൊട്ടിക്കണം എന്നാരാ പറഞ്ഞത്? മനപ്പുറം പൊട്ടിച്ചല്ലോ, കയ്യിൽ നിന്ന് വീണു പോയതല്ലേ. എങ്ങനെയാണ് വീണു പോയത്? അശ്രദ്ധ കൊണ്ട്. ഒരു ഫോൺ പോയാൽ വേറെ ഫോൺ വാങ്ങാൻ ഞാൻ പൈസ തരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നീ ഫോൺ ഉപയോഗിച്ചപ്പോൾ ശ്രദ്ധിക്കാതിരുന്നു. പക്ഷേ ഞാൻ ഒരു ഒറ്റ പൈസ തരില്ല. കുറച്ചു നാൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുമ്പോ നീ പഠിച്ചോളൂ. മോഹനേട്ടൻ എന്താണ് ഈ പറയണത്? മലയാളം. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങുന്ന കാറും ബസ്സും ലോറി എല്ലാം കൂട്ടിയിടിക്കുക മറിയൊക്കെ ചെയ്യുന്നില്ലേ? കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കുന്ന ഉപകരണം കടലിൽ പോയി വീഴുന്നു. അപ്പോഴായിരിക്കും ഒരു മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടിയുടെ പേരിൽ മോഹനേട്ടൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും പുതിയ ഫോൺ വാങ്ങാൻ ഞാൻ പൈസ തരും എന്ന് നീ കരുതണ്ട. ഇനി നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. മോഹനേട്ടാ, ഞാൻ തിരക്കുള്ളൊരു വക്കീലാണ്. ഓരോ ദിവസം കക്ഷികളും മറ്റു വക്കീലന്മാരും സാക്ഷികളും ഒക്കെ ആയിട്ട് എത്ര പേരെ എന്നെ വിളിക്കുന്നത് മോഹനേട്ടൻ അറിയാമോ? ഒരു ദിവസം പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നേക്കാൾ തിരക്കുള്ളൊരു വില്ലേജ് ഓഫീസർ, കളക്ടറും തഹസിൽദാരും ഒക്കെയാണ് എന്നെ വിളിക്കാറുള്ളത്. അങ്ങനെയുള്ള എനിക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്ന് വെക്കാമെങ്കിൽ നിനക്കും അങ്ങനെ വെക്കാം. ഫോൺ വാങ്ങാൻ ഞാൻ പൈസ തരില്ല. ഒരു മൊബൈൽ ഫോൺ വാങ്ങാനുള്ള പൈസ എല്ലാം ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എന്റെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ മോഹനോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഫോൺ വാങ്ങാനുള്ള പൈസ മോഹനേട്ടൻ ഇന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മോഹനോട് തിരിച്ചു തന്നോളാം. തീർന്നില്ലേ പ്രശ്നം? തീർന്നില്ല. ഞാൻ ഫോൺ വാങ്ങാൻ പൈസ തരില്ല. ശരി, എഗി ഞാൻ വേറെ ആരെങ്കിലും കടം വാങ്ങിച്ചോളാം. അഡ്വക്കേറ്റ് സത്യഭാമ ഒരു 20,000 രൂപ കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരാനേ ഒരുപാട് ആളുകളുണ്ടാവും. 20,000 രൂപയോ? ഒരു ഫോണിനോ? അത് കൊള്ളാലോ. ഭാമേ, നീ എത്ര ഫോണാണ് വാങ്ങാൻ പോകുന്നത്? ഒരു ഫോൺ, അതിന്റെ ആവശ്യമല്ലേ എനിക്കുള്ളൂ. ഒരു ഫോണിനാണോ 20,000 രൂപ? മോഹനേട്ടാ, നല്ല ഫോൺ വാങ്ങണമെങ്കിൽ അത്രയും കൊടുക്കണം. വില കുറഞ്ഞ ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമുള്ള അത് വീണ്ടും ചീത്തയാവില്ലേ? അപ്പോ പുതിയത് വീണ്ടും ഞാൻ വാങ്ങണം.
അതിലും നല്ലതല്ലേ കുറച്ച് പൈസ കൂടുതൽ കൊടുത്ത് ഒരു നല്ല ഫോൺ വാങ്ങുന്നത്. പൈസ കൂടുതൽ കൊടുത്ത് നീ വാങ്ങിയ ഫോണാണല്ലോ ഈ ചെതലടിച്ച പോലെ ഇരിക്കുന്നത്. ഇനി 20,000 രൂപയുടെ ഫോൺ വാങ്ങിയിട്ടും എറിഞ്ഞു പൊട്ടിക്കാനാണോ നിന്റെ പരിപാടി? മോഹനേട്ടാ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത മോഹനേട്ടന് അതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ലാൻഡ് ഫോൺ പോലെ വെറുതെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാൻ മാത്രമല്ല ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. മെസ്സേജുകൾ അയക്കാം, വാട്സപ്പ് വഴി ഫോട്ടോസുകൾ അയക്കാം, ഇമെയിൽ അയക്കാം, സ്വീകരിക്കാം. ചുരുക്കി പറഞ്ഞ ഒരാളുടെ മുഴുവൻ ആവശ്യങ്ങളും നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നടക്കും. അങ്ങനെ സകല കാര്യങ്ങളും നടത്തി തരുന്ന ഒരു മൊബൈൽ ഫോണിന് വേണ്ടി 20,000 രൂപ കൊടുക്കുന്നതിൽ എന്താ മോഹനേട്ടൻ നഷ്ടം? വിശക്കുമ്പോൾ ഈ ഫോൺ നിനക്ക് തിന്നാൻ പറ്റുമോ? ദാഹിക്കുമ്പോ കുടിക്കാനുള്ള വെള്ളം ഈ മൊബൈൽ തരുമോ? അല്ല, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ അതൊക്കെയാണല്ലോ. നീയല്ലേ പറഞ്ഞത് 20,000 രൂപയുടെ മൊബൈൽ വാങ്ങിയാൽ എല്ലാ ആവശ്യങ്ങളും ആ മൊബൈൽ നടത്തി തരുമെന്ന്? മോഹനേട്ടാ, വെറുതെ മുട്ടായുക്തി പറഞ്ഞ് ജയിക്കാൻ നോക്കല്ലേ. എനിക്ക് എന്തായാലും ഒരു ഫോൺ കിട്ടിയേ പറ്റൂ. വാങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വില കൂടിയ ഫോൺ തന്നെ വാങ്ങണം. അതിനുള്ള പൈസ മോഹനേട്ടൻ തന്നാൽ സന്തോഷം, ഇല്ലെങ്കിൽ ആരോടേലും കടം വാങ്ങിയിട്ടായാലും ഞാൻ വാങ്ങിക്കും. ഞാൻ സമ്മതിക്കില്ല. മൊബൈല് വാങ്ങാൻ കടയിൽ ചെല്ലുമ്പോ അവര് ചോദിക്കില്ല ഭർത്താവിന്റെ സമ്മതം വാങ്ങിയിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന്. വെറുതെ ഇക്കാര്യത്തിൽ തർക്കം വേണ്ട. ഞാൻ ഇന്നോ നാളെയോ പുതിയ ഫോൺ വാങ്ങും. അതിന്റെ പേരിൽ മോഹനേട്ടൻ വഴക്കുണ്ടാക്കുമെന്നല്ല, ഇനി എന്നെ ഡൈവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. ആ, ഒത്ത വന്നല്ലോ. പോയി കാര്യം എന്താന്ന് ചോദിച്ചോളൂ. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അത് തീർത്താലല്ലേ മോഹനേട്ടൻ പോറാകുമ്പോഴേക്കും വല്ലതും കഴിച്ച് മിടുക്കനായി ആപ്പീസിൽ പോകാൻ പറ്റുള്ളൂ. പൊയ്ക്കോളൂ. ആ, നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. നാരായണൻകുട്ടിയുടെ പോക്കോരവിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഈ ആഴ്ച പോക്കോരോ നടന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കുമെന്ന് നാരായണൻകുട്ടി പറഞ്ഞു. നാരായണൻകുട്ടിയുടെ കടലാസ് ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അത് ഈ ആഴ്ച ശരിയായാൽ ഈ ആഴ്ച തന്നെ നാരായണൻകുട്ടിക്ക് കരമടച്ച് രസീത് വാങ്ങാം. ഈ ആഴ്ച ശരിയായില്ല എങ്കിൽ അടുത്ത തിങ്കളാഴ്ച താലൂക്ക് ഓഫീസിലേക്ക് പോകുമ്പോ അത് ശരിയാക്കാം. അത് മതി സാറേ. ഓക്കെ. വില്ലേജ് ഓഫീസർ കെ മോഹനേന്ദ്ര സാർ ഒരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ ഏറ്റതാണെന്ന് ആർക്കാണ് അറിഞ്ഞൂടാത്തത്? എനിക്ക് അത്രയും കേട്ടാ മതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. എന്താ സാർ? ഞാനൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. ഉത്തമൻ എന്നെ സഹായിച്ചേ പറ്റൂ. എന്താണ് സാർ പ്രശ്നം? അതായത് പുറത്തുനിന്ന് സംസാരിക്കാം. അല്ല സാർ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഭാമ കേട്ടാൽ ശരിയാവില്ല. പുറത്ത് സംസാരിക്കാം. ഒരു എന്താണ് സാറേ പ്രശ്നം? ഭാമയുടെ മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടി. സാറാണല്ലേ പൊട്ടിച്ചത്? അല്ല, അവളുടെ കയ്യിലാണ് വീണ് പൊട്ടിയത്. ഇപ്പോൾ അവൾ പറയുകയാണ് അവൾക്ക് പുതിയ ഒരു മൊബൈൽ ഫോൺ വേണമെന്ന്. അത് പിന്നെ അങ്ങനെയല്ലേ സാറേ പറ്റൂ. സാറേ, ഇക്കാലത്ത് ഒരു മൊബൈൽ ഫോൺ നന്നാക്കുന്നതിനേക്കാൾ പൈസ കുറവാണ് പുതിയൊരെണ്ണം വാങ്ങാൻ. വക്കീല് പുതിയ ഫോൺ വാങ്ങട്ടെ. പക്ഷേ ഒരു ഫോണിന് 20,000 രൂപയാകുമെന്നാണ് അവൾ പറയുന്നത്. 20,000 രൂപയെ? അവൾക്ക് സാധാരണ ഫോൺ പോരാ, അതില് വേറെന്തൊക്കെയോ സൗകര്യങ്ങൾ കൂടെ വേണമെന്ന്. അത് ശരിയാണ് സാറേ. വക്കീൽ ഒരു വക്കീലല്ലേ, അപ്പൊ ഫോൺ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ കാണും. എല്ലാ സൗകര്യമുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ ആവും. ഫോണിന് 20,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലല്ലോ. അങ്ങനെ ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ അവൾ എന്നോട് പറയുക അവൾ കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി ഫോൺ വാങ്ങുമെന്ന്. എങ്ങനെയെങ്കിലും അത് മുടക്കി പറ്റൂത്തമാ അല്ലേ സാറേ? വക്കീല് 20,000 രൂപ ചോദിച്ചാൽ ആരാണ് കൊടുക്കാത്തത്? ആരാണ് കൊടുക്കാത്തത്? അത് മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി വക്കീല് കടം വാങ്ങുന്നതിന് മുമ്പ് സാറാ പൈസ കൊടുക്കുന്നതാണ് നല്ലത്. 20,000 രൂപയോ? എന്റെ ഒരു മാസം ശമ്പളം 24,000 രൂപയാണെന്ന് ഉത്തമൻ അറിയാലോ. പക്ഷേ സാറേ, എല്ലാ മാസവും ഫോൺ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇക്കാര്യത്തിൽ സാറ് വാശി കാണിച്ചു കഴിഞ്ഞാൽ വക്കീൽ അതിനേക്കാൾ വലിയ വാശി കാണിക്കും. അപ്പൊ ഫോണിന്റെ വില 20,000 നിന്ന് 25,000 രൂപ ആവും. അതിനേക്കാൾ നല്ലത് സാറായിട്ട് ഫോൺ വാങ്ങാൻ കാശ് കൊടുക്കുന്നതാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സാറേ, ഒരു ഐഡിയ ഞാൻ പറയാം. വിദേശത്ത് നിന്നൊക്കെ നികുതി അടയ്ക്കാതെ കടത്തിക്കൊണ്ടുവരുന്ന ഫോണുകൾ വാങ്ങി മറിച്ച് വിൽക്കുന്ന ഒരു ജോർജ് കുട്ടി എനിക്കറിയാം. നല്ല അടിപൊളി ഫോണ് പകുതിയിൽ താഴെ പൈസയ്ക്ക് അവൻ തരും. എന്ന് വെച്ചാ സാറേ, കടയിൽ പോയാൽ 20,000 രൂപ ആവുന്ന ഫോണ് ഒരു 10,000 രൂപയിൽ താഴ്ത്തി ജോർജ് കുട്ടി തരും. ഒരു പ്രശ്നവുമില്ല, പുത്തൻ ഫോണായിരിക്കും.
പക്ഷെ അതെങ്ങനെ വിശ്വസിക്കും? ഓ, എന്റെ സാറേ, ഈ ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫോണാണ് സപ്ലൈ ഓഫീസിലെ സുകുമാരന്റെ കയ്യിൽ ഇരിക്കുന്നത്. വല്ല കുഴപ്പമുണ്ടോ? വർഷം 3 കഴിഞ്ഞിട്ടും സാധനത്തിന്റെ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നമില്ല സാറേ. ആ ജോർജ് കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? സാറിന് ഫോൺ വേണമെങ്കിൽ പറ, ഞാൻ ജോർജ് കുട്ടി വിളിക്കാം. സാറ് പറയുന്ന സമയത്ത് അവൻ ഫോണുമായിട്ട് വരും. അതുപോലെ എങ്കിലൊരു കാര്യം ചെയ്യാം. ഒരു 10-10:30 ആകുമ്പോ വില്ലേജ് ഓഫീസിൽ വരാൻ പറഞ്ഞാൽ മതി. ഇവിടെ വന്നാ പ്രശ്നമാവും. ശരി, ഞാൻ പറഞ്ഞേക്കാം. വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. എനിക്ക് ഫോൺ കണ്ട് ഇഷ്ടപ്പെട്ട് വിലയും ഒത്തു വന്നാലേ ഞാൻ ഫോൺ വാങ്ങും. അത് പ്രത്യേകം ജോർജ് കുട്ടിയോട് പറഞ്ഞേക്കണം. അത് മതി സാറേ. സാറിന് 100% വിശ്വാസം വന്നതിന് ശേഷം വാങ്ങിച്ചാൽ മതി. ഓരേ അപ്പൊ ശരി, 10:30 ജോർജ് കുട്ടിയുടെ വില്ലേജ് ഓഫീസിൽ വരാൻ പറയാം. നീ ഒരു വക്കീലായ സ്ഥിതിക്ക് നിനക്ക് ഒരു മൊബൈൽ ഫോൺ അത്യാവശ്യമാണെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ 20,000 രൂപ മുടക്കി ഫോൺ വാങ്ങേണ്ട കാര്യമുണ്ടോ? എന്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ? അതിന് വില കൂടി ഫോൺ ഉണ്ടായാലേ പറ്റൂ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എല്ലാ സൗകര്യമുള്ളൊരു ഫോൺ വേണം, അത്രേ ഉള്ളൂ. മോഹനന്റെ ഫോൺ ഉണ്ട്? അല്ല, ഈ പുതിയ ഫോണുകളിൽ വില കുറച്ച് വിൽക്കുന്ന ഒരാളെ എനിക്കറിയാം. നല്ല ഫോണാ, പക്ഷെ അയാളാണെങ്കിൽ ചെറിയ ലാഭം എടുക്കും. അതുകൊണ്ട് തന്നെ കടയിൽ കിട്ടുന്നതിന്റെ പകുതി വിലക്ക് ഫോൺ കിട്ടും. പകുതി വിലക്കോ? നിനക്ക് ഈ ഫോൺ വിൽപ്പനയെ പറ്റി ശരിക്കും അറിയില്ല. വിൽക്കുന്നതിൽ പകുതി ലാഭമാണ് എന്നാണ് പറയുന്നത്. അതായത് നീ 20,000 രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ അവർക്ക് 10,000 രൂപ ലാഭം കിട്ടുക. എന്തിനാണ് ആ പൈസ അവർക്ക് കൊടുക്കുന്നത്? നിനക്കൊരു നല്ല ഫോൺ കിട്ടിയ പോരെ, അത് ഞാൻ കൊണ്ടുവന്നു തരും. ഏതേലും ഒരു ഫോണായ പോരാ, ഞാൻ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും അതിലുണ്ടായിരിക്കണം. ഞാൻ ഫോൺ കൊണ്ടുവന്ന് കാണിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് എടുത്താൽ മതി. നിനക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പാ. കുറച്ച് പൈസ ലാഭം കിട്ടുന്ന ഉറപ്പുള്ളപ്പോ പിന്നെ എന്തിനാണ് ഭാവി വെറുതെ പൈസ കളയുന്നത്? നിനക്ക് ഇഷ്ടമുള്ള ഫോൺ ഞാൻ കൊണ്ടുവന്ന് തന്നാ പോരെ. നീ ഇങ്ങനെ സംശയിച്ചു നോക്കുന്നതിനാ? ഞാനല്ലേ പറയുന്നത് പുതിയ ഫോൺ കൊണ്ടുവരുന്നു. എന്താണ് വില്ലേജ് ഓഫീസറുടെ ഉദ്ദേശം? എന്തെങ്കിലും തട്ടിപ്പായിരിക്കുവോ? എന്റെ പൊന്ന് സാറേ, ജോർജ് കുട്ടി ഒരു സാധനം തന്നാൽ അത് ബെസ്റ്റ് സാധനമായിരിക്കും. എന്റെ കച്ചവടത്തിൽ കള്ളവും ഇല്ല, ചതി ഒന്നുമില്ല. 20,000 രൂപ വിലയുള്ള ഫോണാ, പുത്തൻ സാധനം. സാർ എനിക്കൊരു 15,000 രൂപ ഇങ്ങ് തന്നാ മതി. അല്ല, പുതിയ ഫോണാണെങ്കിൽ അങ്ങനെ വില കുറച്ച് വിൽക്കണ എന്തിനാ? സാറിന് സംശയം ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോ. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ, പഴയ ഫോണാണെങ്കിൽ അറിയണതാ പാട്. പുതിയ ഫോണാ, സമ്മതിച്ചു. പക്ഷെ ഗ്യാരണ്ടി കാർഡ് അവിടെ. എന്റെ പൊന്ന് സാറേ, ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ കൊണ്ടുവരുന്ന ഫോണായത്. അവിടെ വളരെ വിലക്കുറവാ, പക്ഷെ കടലാസൊന്നും കാണുകയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫോണായിരിക്കുന്നേ. ആ സംഭവം ശരിയാ സാറേ. പ്രഹ്ലാദൻ ചേട്ടൻ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഒരു ഫോൺ വാങ്ങിയതാ. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. സാധനം വാങ്ങിക്കോളാം, പക്ഷെ വില കുറച്ച് കൂടൂല. ഞാനിതിന് ഒരു 7,000 രൂപ തരാം. ഈ 7,000 രൂപ എന്ന് പറഞ്ഞാൽ തീരെ കുറഞ്ഞു പോയി സാറേ. എനിക്കും വല്ലതും കിട്ടണ്ടേ? എനിക്ക് വേണ്ട. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ തിരിച്ചു വിളിക്കുമായിരിക്കും. 10,000 രൂപയ്ക്കാണെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. 10,000 രൂപ അത് മതി സാറേ. സ്വയംപ്രഭയ്ക്ക് ഫോൺ ഒരെണ്ണം ഉണ്ടല്ലോ, 10,000 ഞാൻ തരാം. എനിക്ക് ഒന്നെങ്കിൽ സാറിന് കൊടുത്തേക്കല്ലേ? ഇതുപോലത്തെ ഫോൺ കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം എനിക്കും കൂടെ ഒന്ന് കൊണ്ടുവരണേ. ഓ, 10,000 രൂപയ്ക്ക് ഇങ്ങനെ ഒരു ഫോൺ കിട്ടുകയെന്ന് വെച്ചാൽ ചെറിയ കാര്യം വല്ലതും ആണോ? ഇങ്ങനെയുള്ള ഫോൺ കിട്ടുകയെന്ന് വെച്ചാൽ വലിയ പാടാ സാറേ. ഇത് തന്നെ കഴിഞ്ഞ ആഴ്ച വലിയ പാടുപെട്ടാ ഞാൻ ഒപ്പിച്ചത്. ഇക്കാലത്ത് മൊബൈൽ ഫോണിനൊക്കെ വലിയ ഡിമാൻഡ് അല്ലേ? എന്നാലും കിട്ടുവാണെങ്കിൽ കൊണ്ടുവരണേ. പിന്നെ അതിന് വല്ല സംശയമുണ്ടോ?
ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കും. വക്കീലാണല്ലോ. ഫോൺ ശരിയായോ? ഹലോ, ആ ഉത്തമ ഞാനാ. ആ ഫോൺ കിട്ടിയ വക്കീലേ? പിന്നെ നല്ല അടിപൊളി ഫോൺ. ഉത്തമനൊരു സംഭവം അറിയാമോ? ഈ ഫോൺ ഞാൻ വാങ്ങിയതല്ല, പിന്നെ മോഹനേട്ടൻ വന്നപ്പോ വാങ്ങിയിട്ട് വന്നതാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഉത്തമ മോഹനേട്ടൻ ഇത്രയും വിലയുള്ളൊരു സാധനം എനിക്ക് വാങ്ങിത്തരുന്നത്. 20,000 രൂപ വിലയുള്ള ഫോണാ, പക്ഷെ 10,000 രൂപയ്ക്ക് മോഹനേട്ടൻ വാങ്ങി. രസീതും ഗ്യാരണ്ടി കാർഡൊന്നുമില്ല, പക്ഷെ സാധനം നല്ല പുത്തൻ ഫോണാ. ഞാൻ നോക്കി. ഇനിയിപ്പോ ഗ്യാരണ്ടി ഉണ്ടായിട്ട് എന്താ കാര്യം? ഫോണൊക്കെ പോയാ പോയില്ലേ ഉത്തമ? അതെ അതെ അതെ. അപ്പൊ ഞാൻ നാളെ രാവിലെ അതുവഴി വരാൻ വക്കീലേ. പുതിയ ഫോണൊന്ന് കാണുകയും ചെയ്യാല്ല. ശരി. ശരി ശരി ശരി. ജോർജ് കുട്ടിയുടെ കയ്യിൽ പുതിയ ഫോണോ? അതെങ്ങനെ വന്നു? അതോ വക്കീലിന് അബദ്ധം പറ്റിയതാണോ? എന്തായാലും എനിക്ക് സന്തോഷായി മോഹനേട്ടാ. രാവിലെ മോഹനേട്ടൻ വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ ഞാൻ കരുതി 100-500 രൂപ മുടക്കി ഒരു പഴയ ഫോൺ വാങ്ങിയിട്ട് വന്ന് എന്നെ പറ്റിക്കാനായിരിക്കും മോഹനേട്ടന്റെ പരിപാടി. നീ എന്നെ പറ്റി എന്താ കരുതിയത്? ഞാൻ അങ്ങനെ ഫോൺ ഉപയോഗിക്കാറില്ലെങ്കിലും നല്ല ഫോൺ കണ്ടാൽ എനിക്ക് ശരിക്കും അറിയാൻ പറ്റും. നേരത്ത് സൂക്ഷിച്ചു പോയിക്കണം, വില വളരെ കൂടുതലാണ്. ഹലോ, നമസ്കാരം. പോകുന്ന കുട്ടി എന്താ ഇതുവഴി? ഓ, വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടേക്കൊന്ന് കയറിയതാവോ അല്ലേ? അല്ല, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ സാധാരണ ഞാൻ വില്ലേജ് ഓഫീസിൽ വെച്ച് കേൾക്കും. പക്ഷെ ഗോവിന്ദൻകുട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് ഇവിടെ വെച്ച് കേൾക്കാം. എന്താ സംഭവം? കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ആണോ പോക്കുവരവാണോ? പോക്കുവരവ്. പോക്കുവരവ്. ആരുടെ പേരുള്ള ഭൂമിയാണ്? എന്നാണ് ആധാരം എഴുതിയത്? ആധാരത്തിന്റെ അസല്, മുൻ ആധാരത്തിന്റെ പകർപ്പ്, ഇവയെല്ലാം വേണ്ടിവരും. അല്ല, ഇത് ഭൂമിയുടെ പോക്കുവരവല്ല, പിന്നെ ഒരു മൊബൈൽ ഫോണിന്റെ പോക്കുവരവാ. മൊബൈൽ ഫോണിന്റെ? സാറേ, സംഭവം എന്താണെന്ന് ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച ഈ ഗോവിന്ദൻകുട്ടി സാറ് ടൗണിലെ കടയിൽ നിന്ന് പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങി. മൊബൈലുമായി സാർ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെയൊക്കെ കാണിക്കുകയും ചെയ്തു. നല്ല അടിപൊളി ഫോൺ. പക്ഷേ വൈകുന്നേരം വീട്ടിൽ പോകാൻ നേരത്ത് നോക്കുമ്പോ ഫോൺ കാണുന്നില്ല. ആരോ അടിച്ചു മാറ്റി. അന്നത്തെ ദിവസം ഒരുപാട് പേര് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരാരോ കൊണ്ടുപോയതാ. ഗോവിന്ദൻകുട്ടി, നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം. എന്റെ ഭാര്യ സത്യഭാമ ഇന്നലെ അവളുടെ ഫോൺ തറയിലിട്ട് പൊട്ടിച്ചു. ശ്രദ്ധ കുറവ് അല്ല എന്താ? പക്ഷേ ഞാൻ ഇന്ന് അവൾക്കൊരു പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തു. ഒരുപാട് പൈസയായി. പക്ഷേ ഫോൺ വാങ്ങിയല്ലേ പറ്റൂ. ആ ഫോണിന്റെ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത്. അതുപോലത്തെ ഫോൺ വാങ്ങാനായിരിക്കും. ഞാനത് വാങ്ങിയത് എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ്. അവന്റെ പേര് ജോർജ് കുട്ടി. വേണമെങ്കിൽ ജോർജ് കുട്ടിയുടെ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയാം. സാറ് പറഞ്ഞാലും ജോർജ് കുട്ടി വരില്ല. എന്താ? സാറിന്റെ ഫോൺ പോയ ദിവസം സാർ മൊബൈൽ കമ്പനിയിൽ പരാതിപ്പെട്ടു. പക്ഷെ ആ ഫോൺ ഇതുവരെ ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇന്ന് വൈകിട്ട് ഒരു 4-4:30 ആയപ്പോ ആ ഫോണിൽ ഒരു സിം കാർഡ് ഇട്ട് ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോ വക്കീലിന്റെ നമ്പരാ ആ ഫോണിൽ കിടക്കുന്നത്. അതെങ്ങനെ? ജോർജ് കുട്ടി എന്റെ ഫോൺ മോഷ്ടിച്ച് സാറിന് വിറ്റു, അത്രേ ഉള്ളൂ. വക്കീലിന്റെ കയ്യിലിരിക്കുന്നത് എന്റെ ഫോണാ. ഞാനിപ്പോ എന്താ സാറേ വേണ്ടത്? അതിങ്ങ് തരികയാണെങ്കിൽ ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം.
മോനേട്ടാ നീ വന്നേ. എന്ത് ഒന്നിങ്ങോട്ട് വരാൻ വാ. എന്താ കാര്യം? ഞാൻ മോട്ടിച്ചിട്ടില്ല. ഫോണിന്റെ പോക്കുവരവ് നടക്കുമോ സാറേ? പോക്ക് കഴിഞ്ഞല്ലോ. ഇനി വരവ് നോക്കാം. ഇതെന്താണ് സംഭവം? മോനേട്ട മോഷണം തുടങ്ങിയോ? ഞാൻ മോട്ടിച്ചിട്ടില്ല. പിന്നെ ഇതെന്താണ്? ഗോവിന്ദകുട്ടി സാറിന്റെ അച്ഛനും മോഹനേട്ടനും തമ്മിൽ അടുപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഗോവിന്ദകുട്ടി സാർ ഇത്രയും മാന്യമായിട്ട് സംസാരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്തായാലേ? സ്ഥലം എസ്ഐയുടെ പുതിയ ഫോൺ മോഷ്ടിക്കാന്ന് പറഞ്ഞ മോട്ടിച്ച ഞാനല്ലല്ലോ, ജോർജ് കുട്ടിയല്ലേ. ആരായാലും ഈ ഫോൺ തിരിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് ഈ പുലിവാലിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. സംഗതി കേസായാലേ മോഹനയുടെ കുടുങ്ങും. മോട്ടിച്ച ഞാനല്ലത് പറഞ്ഞല്ലോ. മോഷ്ടിച്ച ജോർജ് കുട്ടി ആയിരിക്കും. പക്ഷെ ഇനി അവനെ മഷി ഇട്ട് നോക്കി കിട്ടുമോ മോനോട്ടാ? അപ്പൊ എന്റെ 10,000 രൂപ ആ അത് പോയി. ഇനി മാനം കൂടി പോവാൻ നോക്കുന്നല്ലേ മോനോട്ട നല്ലത്. എന്ത് പറയുന്നു? ഫോൺ കൊടുക്കുന്നോ അത് അഴികൾ ഓരോന്നായിട്ട് എണ്ണുന്നോ? ഫോൺ കൊടുക്കാം, അല്ല എന്താ ചെയ്യുക? എന്നാലും എന്റെ 10,000 രൂപ ജോർജ് കുട്ടിക്ക് വെച്ചിട്ടുണ്ട്. ആ സൂക്ഷിച്ചു തന്നെ വെച്ചോ. അത് വാങ്ങാൻ ജോർജ് കുട്ടി വരും. ചെറിയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ച് വലിയ നഷ്ടമുണ്ടാക്കുന്നത് വില്ലേജ് ഓഫീസറുടെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ല. പക്ഷേ എത്ര അബദ്ധം പറ്റിയാലും കാശിന്റെ കാര്യത്തിലെ പിശുക്ക് മോഹനകൃഷ്ണൻ ഉപേക്ഷിക്കില്ല. എസ് ഐ ഗോവിന്ദൻകുട്ടിയെ പരിചയമുള്ളതുകൊണ്ട് മാത്രം മോഷണ കേസിൽ നിന്നും രക്ഷപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.